നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ITCയിൽ വിദ്യാരംഭം നടത്തി. വെള്ളാങ്കല്ലൂർ ഗവൺമെന്റ് UPയിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. ഇരിഞ്ഞാലക്കുടയിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ടയർ പൊട്ടി കാർ മറിഞ്ഞു. വാർത്തകൾ വിശദമായി. പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ITCയിലെ 2010-2011 അധ്യയന വർഷത്തെ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൽ റവറന്റ് ഫാദർ ഡോക്ടർ ജോസ് തെക്കൻ CMI ഭദ്രദീപം കൊളുത്തി വിദ്യാരംഭ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങളുടെ വായനയും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. മാനേജർ റവറന്റ് ഫാദർ ജോസ് ഇടത്തൽ CMI സന്ദേശം നൽകി. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോയ് വൈദ്യക്കാരൻ സ്വാഗതം ആശംസിച്ചു. വെള്ളാങ്കല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ലീഡർ സൻഷാദിന് മാധ്യമം ദിനപത്രം നൽകിക്കൊണ്ട് അധ്യാപിക PK മേരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ നിസാർ, മാധ്യമം കോർഡിനേറ്റർ അഹമ്മദ് ഫസലുള്ള, TA സിറാജ്, റൌഫ് PM എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്ഥാനതല സമര പ്രചരണ വാഹന ജാഥ ഇരിഞ്ഞാലക്കുടയിലെത്തി. ജാഥയ്ക്ക് ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ഇരിഞ്ഞാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ സതീഷ് പുളിയത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജോ ജോൺ, തോമസ് തത്തമ്പിള്ളി, അബ്ദുള്ളക്കുട്ടി, സിജോയ്, PK ജിനൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഭാവികമായും അധ്യാപകർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയല്ല ഈ നാട്ടുകാരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തി ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസം അത് എത്രമാത്രം ഈ സമൂഹത്തെ ബാധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് ഇത്തരത്തിലൊരു സമരപ്രചരണ ജാഥയുമായി ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ മുഖ്യമായും ഉയർത്തുന്ന ഡിമാൻഡ് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ നടപ്പിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 63 വർഷം കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ബീഹാറും ഒറീസയും UPയും ഉത്തർപ്രദേശും പോലെയുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ മുൻവശത്തെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. കല്ലേറ്റുങ്കര റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം. ചാലക്കുടിയിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് വരികയായിരുന്ന മാരുതി കാറാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ വശത്തുള്ള വീടിന്റെ മതിലിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മതിലും ഗേറ്റും പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻഭാഗം നിശേഷം തകർന്നിട്ടുണ്ട്. മാപ്രാണം സ്വദേശി ഷൈനിന്റേതാണ് വാഹനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.